ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഡ്യൂപ്ലെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനായി ഒരു സാലറി സർട്ടിഫിക്കറ്റിൻ്റെയോ അല്ലെങ്കിൽ വീടിൻ്റെയോ സ്ഥലത്തിൻ്റെയോ യാതൊരു ഈടും നൽകാതെ തന്നെ നമ്മുടെ തൊട്ടടുത്ത SBIയിലോ അതുപോലെയുള്ള ദേശസാൽകൃത ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ വഴിയോ നൽകി വന്നിരുന്ന ഒരു ലോണാണ് മുദ്രാ ലോൺ. ഇങ്ങനെ നൽകിയിരുന്ന ലോണിൻ്റെ പരിധി 10 ലക്ഷം രൂപ വരെ ആയിരുന്നു. അതാണ് ഇപ്പോൾ 20 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിട്ടുള്ളത്. മുദ്രാ ലോണുകൾ എടുത്ത് ചെറുകിട ബിസിനസ് ആരംഭിക്കുകയും അത് വളരെ കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്തവർക്ക് ബിസിനസിന്റെ വിപുലീകരണത്തിനു വേണ്ടി യാതൊരു ഈടും നൽകാതെ തന്നെ 20 ലക്ഷം രൂപ വരെ ലഭിക്കുന്നതിനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. മുദ്രാ ലോണുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് യാതൊരു വിധത്തിലുള്ള ഈടും നൽകേണ്ടതില്ല എന്നുള്ളത് തന്നെ. അതായത് വീടിൻ്റെയോ സ്ഥലത്തിൻ്റെയോ ഒരു സാലറി സർട്ടിഫിക്കറ്റിൻ്റെയോ അങ്ങനെയുള്ള ഒരു ഈടും നൽകേണ്ടതില്ല. അതിനു പകരം ബാങ്ക് നമുക്ക് തരുന്ന ലോണിന്മേൽ നമ്മൾ ബിസിനസ് ആവശ്യാർത്ഥം വാങ്ങുന്ന എല്ലാം തന്നെ ഒരു സെക്യൂരിറ്റി അസറ്റായി കണക്കാക്കും എന്നുള്ളതാണ്. അതാണ് ബാങ്കിന് നമ്മൾ നൽകുന്ന ഈട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോൺ എല്ലാവർക്കും ലഭിക്കണമെന്നില്ല. മുമ്പ് മറ്റ് ലോണുകൾ എടുത്ത് തിരിച്ചടവ് മുടങ്ങിയവർക്കോ ലോണുകൾ എഴുതി തള്ളിയവർക്കോ ഇത് ലഭിക്കുക ബുദ്ധിമുട്ടാവും. ബാങ്ക് പ്രധാനമായും നോക്കുന്നത് ഒന്ന് സിബിൽ സ്കോറാണ്. സിബിൽ സ്കോർ മുദ്രാ ലോണിന് ബാധകമല്ല എന്ന് പറയുമ്പോഴും 750 മുകളിൽ സിബിൽ സ്കോർ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ലോൺ ലഭിക്കുവാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാൾ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ആരംഭിക്കുവാൻ പോകുന്ന ബിസിനസ്സിനെ സംബന്ധിച്ച പ്രോജക്റ്റ് റിപ്പോർട്ടാണ്. എങ്ങനെയെങ്കിലും ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തട്ടിക്കുട്ടി ബാങ്കിന് സബ്മിറ്റ് ചെയ്താൽ ബാങ്ക് അത് റിജക്റ്റ് ചെയ്യും. നമ്മൾ ആരംഭിക്കുവാൻ പോകുന്ന ബിസിനസ്സിനെ കുറിച്ചും അതിൽ നിന്നും ലഭിക്കുന്ന പ്രോഫിറ്റിനെ കുറിച്ചുമുള്ള ഒരു വ്യക്തമായ ധാരണ ബാങ്കിന് മനസ്സിലാകുന്ന രീതിയിലായിരിക്കണം ആ പ്രോജക്റ്റുകൾ തയ്യാറാക്കേണ്ടത്. പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കുവാൻ നമ്മുടെ ജില്ലയിലോ താലൂക്കിലോ ഉള്ള വ്യവസായ ഓഫീസുമായി നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. അവിടെ നിന്നും ഈ കാര്യത്തിൽ നമുക്ക് വേണ്ട സഹായങ്ങൾ ലഭിക്കുന്നതായിരിക്കും. കൃഷി ഒഴികെയുള്ള എല്ലാ സംരംഭങ്ങൾക്കും, ഹോട്ടൽ ബിസിനസ് ആയിക്കോട്ടെ, ബേക്കറി ആയിക്കോട്ടെ, സലൂൺ ആയിക്കോട്ടെ, DTP സെൻട്രൽ ആയിക്കോട്ടെ, അങ്ങനെ തുടങ്ങി വീട്ടിൽ ഒരു സംരംഭം തുടങ്ങുന്നതിന് വരെ നമുക്ക് വായ്പ മുദ്രാ ലോണുകൾ വഴി ലഭിക്കുന്നതാണ്. വളരെ നല്ല രീതിയിൽ തയ്യാറാക്കിയ ഒരു പ്രോജക്റ്റ് ആണ് എങ്കിൽ നമുക്ക് ഏകദേശം പരമാവധി 1 മാസത്തിനകം തന്നെ നമുക്ക് ബാങ്ക് ലോൺ അനുവദിച്ച് നൽകുന്നതാണ്. ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് വിവിധ കാറ്റഗറികളിലായി 10% മുതൽ 17% വരെയാണ്. അത് ഓരോ ബാങ്കും പ്രത്യേകം നിശ്ചയിക്കുന്ന തരത്തിലായിരിക്കും. 5 വർഷമാണ് തിരിച്ചടവ് കാലാവധി. ഏറ്റവും കൂടുതൽ മുദ്രാ ലോണുകൾ 2023-24 സാമ്പത്തിക വർഷം നൽകിയിട്ടുള്ളത് പ്രൈവറ്റ് സെക്ടറിലെ ബാങ്കായിട്ടുള്ള ഇൻഡസ് ഇന്ത്യ ബാങ്കാണ്. 2ാം സ്ഥാനത്തായി ബന്ധൻ ബാങ്കും. പൊതുമേഖലാ ബാങ്കുകളെ എടുത്താൽ SBI ആണ് ഏറ്റവും കൂടുതൽ മുദ്രാ ലോണുകൾ നൽകിയിട്ടുള്ളത്. അതിന് തൊട്ടുപിറകിലായി പഞ്ചാബ് നാഷണൽ ബാങ്കും കാനറ ബാങ്കും. മുദ്രാ ലോണുകൾക്കായി പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കി നൽകുന്നവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഫോൺ നമ്പർ കമൻ്റായി നൽകുക. അത് ഈ മുദ്രാ ലോൺ എടുക്കുന്നവർ അല്ലെങ്കിൽ മുദ്രാ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സഹായവുമാവും.
ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി. ശുഭദിനം.